ഹലോ ഗായ്സ്, അപ്പോൾ IIT എയിംസ് 2029 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 13 സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അതായത് 2027 ബോർഡ് എക്സാം എഴുതി +1 +2 കയറുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം. അപ്പോൾ സെപ്റ്റംബർ 13 ആ ഒരു സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് എങ്ങനെ ഏറ്റവും അനായാസം രജിസ്റ്റർ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ആക്കി അതിൽ ബെർലിൻ പാല എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബെർലിൻ പാലയുടെ സൈറ്റിലേക്കുള്ള ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹോം പേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പേജിൻ്റെ മുകളിലായി ഒരു ലിസ്റ്റ് ഉണ്ട്. എബൌട്ട്, സെൻറ്റേഴ്സ്, ബ്ലോഗ്, ന്യൂസ്. അതിൻ്റെ തൊട്ടപ്പുറത്തായി കോഴ്സസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ മൗസിൻ്റെ കേഴ്സർ പ്ലേസ് ചെയ്യുമ്പോൾ ആ ഒരു ലിസ്റ്റ് എക്സ്പാൻഡ് ആകുന്നത് കാണാം. അതിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും താഴെ മൂന്നാമതായിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ആ ഒരു മൗസിൻ്റെ കേഴ്സർ പ്ലേസ് ചെയ്യുമ്പോൾ വീണ്ടും IIT എയിംസ് ഫൗണ്ടേഷൻ എന്നീ 2 പേരുകൾ കാണാൻ സാധിക്കും. അതിൽ IIT എയിംസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് IIT എയിംസ് 2029 സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ആ ഒരു പേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പേജിൻ്റെ താഴേക്ക് പോവുകയാണ് എങ്കിൽ ഓരോ സിലബസുകാർക്കുള്ള അല്ലെങ്കിൽ ഓരോ സ്ട്രീമിലുള്ളവരുടെ സിലബസിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ IIT എയിംസ് 2 ഇയർ പ്രോഗ്രാമിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ഒരു ബ്രോഷറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ വായിച്ച് നോക്കാവുന്നതാണ്. ഇനി സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് വീണ്ടും പേജിൻ്റെ മുകളിലേക്ക് വരിക. വലതുവശത്തായി ഒരു ഗ്രീൻ ബോക്സിൽ രജിസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം രജിസ്റ്റേർഡ് യൂസർ എന്ന ഇടത്ത് വശത്തും ന്യൂ യൂസർ എന്ന വലതുവശത്തും. അതായത് നിങ്ങൾ ഓൾറെഡി ബ്രില്യൻറ്റിൻ്റെ മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റുഡൻ്റ് ID യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ബ്രില്യൻ പാലയുടെ സൈറ്റ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ റൈറ്റ് സൈഡിലെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൻ്റെ ഏറ്റവും താഴെ സൈൻ അപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. സൈൻ അപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ അഡ്മിഷൻ പോർട്ടലിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കുറച്ചധികം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമായി നിങ്ങളുടെ പേര്, സ്റ്റുഡൻസ് നെയിം, അതിന് തൊട്ട് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതിനുശേഷം ഇമെയിൽ, പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ആ പാസ്വേഡ് ഒന്നുകൂടി റീകൺഫേം ചെയ്യുക. എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം തൊട്ട് താഴെ ഐ എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ക്വയർ ബോക്സിൽ ടിക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ ഐ എം നോട്ട് എ റോബോട്ട്, അവിടെയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എൻ്റർ ചെയ്തു. അതിനുശേഷം ആ സ്ക്വയർ ബോക്സും എല്ലാം നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ കൃത്യമായിട്ടുള്ള ഫോൺ നമ്പറും ഇമെയിൽ ID യും ആയിരിക്കണം എൻ്റർ ചെയ്യേണ്ടത്. കാരണം തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഈ 2 കാര്യങ്ങളിലേക്കും, അതായത് നിങ്ങളുടെ നമ്പറിലേക്കും മെയിൽ ID യിലേക്കും ഒരു OTP വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം തൊട്ട് താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് നമുക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അടുത്ത പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ ചെയ്ത ആ ഒരു ഇമെയിലിൽ ഒരു OTP വന്നിട്ടുണ്ട്. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ സൈൻ അപ്പ് പ്രോസസ്സിംഗ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് യെസ്, നമ്മളങ്ങനെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു പേജിൻ്റെ റൈറ്റ് ടോപ്പ് കോർണറിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID യും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ സ്ക്രീൻ ടെസ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു സ്ക്രീനിൻ്റെ സെൻറ്ററിലായിട്ട് മൈ കോഴ്സസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ ഒരു പോപ്പപ്പ് വിൻഡോ കാണാൻ സാധിക്കും. അവിടെ സെലക്ട് ക്ലാസ് സ്റ്റഡിയിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉള്ളത്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. കാരണം അതായത് 2027 +1 കടക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 10 എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് സേവ് എന്ന ഓപ്ഷൻ കൊടുക്കുക. നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നമുക്കുള്ള വിവിധ കോഴ്സുകളുടെ ഒരു ലിസ്റ്റാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കാണാം സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് IIT എയിംസ്. അത് CBSE സിലബസിന്, സ്റ്റേറ്റ് സിലബസിന്, ICSE സിലബസിന്. അപ്പോൾ നിങ്ങൾ ഏത് സിലബസിലാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു സിലബസ് ഇവിടുന്ന് ചൂസ് ചെയ്യാം. ഞാനിവിടെ CBSE സിലബസാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും IIT എയിംസ് 2029 സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്ലാസ് 10 CBSE. നമ്മൾ നേരത്തെ CBSE ആണ് ചൂസ് ചെയ്തത്, അതുകൊണ്ട് CBSE എന്ന് അവിടെ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ കാണാൻ സാധിക്കും. GCC കൺട്രീസിലുള്ള വിദ്യാർത്ഥികൾക്കായി നമ്മൾ ദുബായിലും അതുപോലെ തന്നെ ഖത്തറിലും എക്സാം സെൻറ്ററുകളുണ്ട്. അപ്പോൾ അവിടെയുള്ളവർക്ക്, അതായത് ദുബായിലുള്ളവർക്കും ഖത്തറിലുള്ളവർക്കും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോർ CBSE സ്റ്റുഡൻസ്. ഇനി നിങ്ങൾ നേരത്തെ ആ ഒരു പേജിൽ ICSE അല്ലെങ്കിൽ സ്റ്റേറ്റ്
ആണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. IITAIMS 2029 സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്ലാസ് 10th എന്നെഴുതിയിരിക്കുന്ന മാത്രമായിട്ടുള്ള ഒരു ഓപ്ഷൻ. അവിടെ അപ്ലൈ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ടെസ്റ്റിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെയുള്ളത്. ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ, ആപ്ലിക്കേഷൻ പീരീഡ്, ജൂൺ 1-ാം തീയതി മുതൽ സെപ്റ്റംബർ 11-ാം തീയതി വരെ നമുക്ക് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടെസ്റ്റ് ഡേറ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 13th സെപ്റ്റംബർ 2026 പിന്നെ അതിൻ്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഈ കോഴ്സിനെ പറ്റിയുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിച്ച് നോക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പേജിൻ്റെ വലതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ സെലക്ട് സിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ലിസ്റ്റ് എക്സ്പാൻഡ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എഴുതാനുള്ള ഫെസിലിറ്റീസ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫോർ ആൻ എക്സാമ്പിൾ കോട്ടയം എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് തൊട്ട് താഴെ സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ആ ഒരു ബോക്സ് എക്സ്പാൻഡ് ആകും. അവിടെ കോട്ടയം ജില്ലയിൽ നമുക്ക് ഉള്ള സ്ക്രീൻ ടെസ്റ്റിനായി അനുവദിച്ചിരിക്കുന്ന സെൻറ്ററുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചങ്ങനാശ്ശേരിയുണ്ട്, കാഞ്ഞിരപ്പള്ളി, കോട്ടയം, മാന്നാനം, പാല. ഞാനിവിടെ പാല എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതിന് തൊട്ടടുത്തായി അപ്രൂവ്ഡ് എന്നൊരു ഗ്രീൻ ബോക്സിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിലേക്കുള്ള പേയ്മെൻ്റ് ആണ്. അതിനായി പേജിൻ്റെ റൈറ്റ് സൈഡിൽ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ സൈറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഓക്കെ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പേജിലാണ്. നമ്മൾ ആദ്യമേ എൻ്റർ ചെയ്ത നമ്മുടെ പേരും നമ്മുടെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും നമുക്കിപ്പോൾ തന്നെ ഈ ഒരു പേജിൽ കാണാൻ സാധിക്കും. അപ്പോൾ ബാക്കി എന്തെല്ലാമാണ് ഇവിടെ എൻ്റർ ചെയ്യാനുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേജിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് വരുന്നത്. അവിടെ ഓൾറെഡി നിങ്ങളുടെ പേര് കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ ജെൻഡർ ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ കാറ്റഗറി ചൂസ് ചെയ്യുക, ഫാദേഴ്സ് നെയിം, ഫാദേഴ്സ് ഒക്യുപ്പേഷൻ, മദേഴ്സ് നെയിം, മദേഴ്സ് ഒക്യുപ്പേഷൻ, അതുപോലെ ഫാദേഴ്സ് ഫോൺ നമ്പർ, മദേഴ്സ് ഫോൺ നമ്പർ, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ ലാസ്റ്റായിട്ട് പഠിച്ച സ്കൂളിൻ്റെ പേര്, ആൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി പേജിൻ്റെ വലതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൗസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് നെയിം, പ്ലേസ് അല്ലെങ്കിൽ സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ് ഏതാണെന്ന് വെച്ചാൽ അത്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നിങ്ങളുടെ പിൻ കോഡ് ആൻഡ് കൺട്രി ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ഇന്ത്യ. ഓക്കെ, ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ളത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറാണ്. അത് നിങ്ങളുടെ പേജിൻ്റെ ആ ഒരു ലെഫ്റ്റ് ടോപ്പ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സർക്കിൾ കാണാം. അവിടെയാണ് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ വരാൻ പോകുന്നത്. അപ്പോൾ ആ വലിയ സർക്കിളിൻ്റെ ഒരു റൈറ്റ് ബോട്ടം കോർണറിലായിട്ട് ഒരു ഡാർക്ക് ബ്ലൂ ചെറിയ സർക്കിൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പോപ്പ് വിൻഡോ വരുന്നതായിരിക്കും. യെസ്, അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോയുടെ ഡയമെൻഷൻസും കാര്യങ്ങളും അതിനെപ്പറ്റിയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതെല്ലാം നോക്കി കൃത്യമായി മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ യെസ്, നമുക്കിവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ആ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ ആ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഫോൾഡേഴ്സിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫോട്ടോ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രിവ്യൂ ഇമേജ് എന്ന് പറഞ്ഞ് ആ ഒരു സെലക്ട് ചെയ്ത ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും. ഫോട്ടോ ഓക്കെ ആണ് എങ്കിൽ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. യെസ്, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു പേജിൻ്റെ നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്ചറിൻ്റെ ആ ഒരു സർക്കിളിൽ നമ്മുടെ പിക്ചർ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എൻ്റർ ചെയ്തു. പ്രൊഫൈൽ ഫോട്ടോയും നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം റൈറ്റ് ബോട്ടം കോർണറിൽ ഫിനിഷ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ വീണ്ടും ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ കാണാൻ സാധിക്കും. പേയ്മെൻറ്റ് ചെയ്യുന്നതിനായി പേജിൻ്റെ വലതുവശത്ത് മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യുന്നതിനായി പേജിൻ്റെ വലതുവശത്ത് മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ പേ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ആ സർക്കിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ
പേ നൗ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് പോർട്ടലുകൾ വരുന്നതായിരിക്കും. സോ നമുക്കിവിടെ ഉള്ളത് ഈസ് ബസ് അതുപോലെ റേസർ പേ, ഈ രണ്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ആണുള്ളത്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന UPI പേയ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്, നെറ്റ് ബാങ്കിങ്, ഏത് പേയ്മെൻറ്റ് മോഡ് വഴി നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് നടത്തുന്നതോടുകൂടി ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ 2029 IIT AIMS 2-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ പോയ വർഷങ്ങളിലൊക്കെ ഏറ്റവും മികച്ച റിസൾട്ടുകൾ, അതായത് കേരള ടോപ്പേഴ്സിനെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ബ്രില്യൻറ്റിൻ്റെ IIT AIMS 2-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് ഈ സ്ക്രീൻ ടെസ്റ്റിൽ ഏറ്റവും നല്ല മാർക്ക് മേടിക്കുക. ഓഫ് കോഴ്സ് നിങ്ങളുടെ ഡ്രീം ക്യാമ്പസുകളിൽ ബ്രില്യൻറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ സ്ക്രീൻ ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.